guys, welcome back to my YouTube channel. This is Mariam here. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എനിക്ക് പുതിയൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കുറച്ച് സജഷൻസ് ഒക്കെ അയച്ചു തരാൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ റെസ്പോൺസ് ഒക്കെ വന്നു. അപ്പോൾ ഞാൻ അതിൽ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടെന്നത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ വലിയതായിട്ടൊന്നും ഉണ്ടാവില്ല, കാരണം ഞാൻ വെറുതെ ഇരിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ടാവില്ല. മാക്സിമം ഞാൻ എല്ലാം അടക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ എണീറ്റിട്ട് കുറച്ചു നേരമായി. നാസ്താക്കി മോളി വന്ന് റൂം ക്ലീൻ ചെയ്ത് ഇപ്പൊ ഇത് വീണ്ടും അടിയിലോട്ട് പോണേ. എൻ്റെ ഫ്രണ്ട് ഇപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവളുടെ കൂടെ ഒന്ന് ഹെയർ കളർ ചെയ്യാൻ വരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു പോവാന്ന്. അപ്പം ഞാൻ ഒരു ജീൻസും ഷർട്ടും ആണ് കേട്ടോ ഇട്ടത്. I always use lip balm before I apply my lipstick. This is my favorite shade. Now let's go. അങ്ങനെ ഞാൻ അവിടെ എത്തി. എന്നിട്ട് ഞാൻ കുറച്ചു നേരം പോസ്റ്റായിരുന്നു. അപ്പോൾ അവിടെ ഇവിടേക്ക് നോക്കി നിന്ന് ലാസ്റ്റ് അവൾ എത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. അവിടെ ഫുള്ള് ലാഗായിരുന്നു. അവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിച്ച് എന്തൊക്കെയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് സ്റ്റാർട്ടാക്കി. വൺ ലാഗായിരുന്നു. പിന്നെ നമ്മൾ കളർ സെലക്ട് ആക്കി. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ഷൂട്ട് ഉണ്ട് വൈകുന്നേരം. അപ്പോൾ അതിൻ്റെ ഡ്രസ്സൊന്ന് കളക്ട് ചെയ്യാനും പോകാനുണ്ടായിരുന്നു. അതാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തേക്കണായിരുന്നു. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് വേഗം ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആയിരുന്നു ഒരു പെറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എൻ്റെ ബൂബുവിനൊരു ബെൽറ്റ് വാങ്ങി. പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വാങ്ങാൻ വേണ്ടി വന്നു. അതെൻ്റെ ഫ്രണ്ടിൻ്റെ വീട് തന്നെയാണ്. അപ്പോൾ അവളുടെ ഉമ്മയാണ് തയ്ക്കണത്. ഞാൻ അവിടെ എത്തിയിട്ടും തയ്ച്ചിട്ടുണ്ടായില്ല, തയ്ച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പം ഞാനിങ്ങനെ പോയി വെള്ളമൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന്. ഞാൻ വ്ളോഗ് തുടങ്ങിയതിനെ പറ്റിയുള്ള നിൻ്റെ അഭിപ്രായം എന്താണ്? താങ്ക് യു. അങ്ങനെ ഡ്രസ്സൊക്കെ കിട്ടി ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോയി. ഞാൻ എന്നിട്ട് എൻ്റെ ബൂബുവിന് ബെൽറ്റ് കൊടുത്ത് പിന്നെ ഞാൻ എൻ്റെ ഷൂട്ടിന് വേണ്ടി റെഡി ആവാൻ പോയി. അപ്പോൾ ഇതെനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വന്ന ഔട്ട്ഫിറ്റ് ആണ്. അപ്പോൾ ഞാൻ ഫുൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മിനിമൽ ജ്വല്ലറീസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ അവിടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവളെ പോയി ഒന്ന് പിക്ക് ചെയ്യാം. നമ്മളെവിടെ പോകുന്നിങ്ങനെ ആലോചിച്ച് നിൽക്കണേന്ന് റോട്ടില്. നമ്മൾ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കണേ. മോമോസ് കഴിക്കാനാണ് ഗൈസ് പോകുന്നത്. നല്ല തണുത്ത കാറ്റുണ്ട് ഗൈസ്. നമ്മൾ മോമോസ് ഓർഡർ ചെയ്ത് നമ്മളിപ്പോ ലോഡ് പ്രൈസും മോമോസും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാനാണ്. ഇപ്പൊ ഫോട്ടോച്ചിൽ പുതിയതായിട്ട് വന്ന എന്തോ ആണ് ഗൈസ്. അടുത്താൻ പോയി നമ്മളെ മാങ്ങയാണ്. അതെ, മഴ പെയ്യുന്നു തോന്നുന്നു, മഴക്കാറുണ്ട്. നമ്മളങ്ങനെ തിരിച്ചു പോണേന് വീട്ടിലോട്ട്. ഇപ്പൊ പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇപ്പൊ ചെറുതായിട്ട് പൊടി മഴയൊക്കെ പെയ്യാറുണ്ട്. ഷംനാസിനെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി. ഇനി ഞാൻ നേരെ വീട്ടിലോട്ട് പോണേന്. ബൈ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഹായ്, ഇതെന്റെ കൊച്ചാൻ്റെ മോനാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇനി കുറച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ ഞാൻ ഫ്രഷായി. അപ്പോൾ എൻ്റെ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് പുറത്ത് പോകാമെന്ന്. വേഗം റെഡി ആവാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ വലുതായിട്ട് മേക്കപ്പ് ഒന്നുമില്ല, ജസ്റ്റ് പൗഡർ ഇട്ടു, ഇത്തിരി ലിപ്സ്റ്റിക് ഇട്ടു, അത്രേ ഉള്ളൂ. ആദ്യം അടിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹായ് ഗൈസ്. അപ്പോൾ ഞാനും ആദ്യം കൂടെ തോപ്പുംപടിയിലത്തെ ലോഡഡിൽ പോകണേ. അവിടുത്തെ ഹോട്ട് സോസ് വിങ്സ് ആണ്. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്.
തൊട്ടപ്പുറത്തെ വീട് തന്നെയാണ് ഗൈസ്. ഹായ് പറഞ്ഞു എന്റെ സബ്സ്ക്രൈബേഴ്സിന്. യൂട്യൂബ് ചാനലാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതാണ് ബാലക്ക. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ബൂബുനായിട്ട് കുറച്ചു നേരം കളിച്ച് ഞങ്ങൾ ഉറങ്ങാൻ പോയി. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവർക്കും എന്റെ വ്ളോഗ് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കും. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.